ദിലീപുമായിട്ടുള്ള സംസാരത്തിൻ്റെ പെലോത്ത മാജിക്ക തുടങ്ങിയതിന് ശേഷം ഒരുപാട് പേര് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിലൊക്കെ പലതും നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യേണ്ടതല്ല, എന്നാൽ പോലും അതിൽ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു 3 ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ മറുപടി കൊടുക്കാൻ നമ്മൾ വിചാരിക്കുന്നത്. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട രീതിയിൽ, കാരണം ഒരു കളിയുടെ ഒരു ഫിലോസഫിക്കൽ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ 3 സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ ചോദ്യം എങ്ങനെയാണ്: ഡെക്ലാൻ റൈസിനെ പോലെയുള്ള താരങ്ങൾ കളിച്ച ആകെ മത്സരങ്ങളുടെ എണ്ണവുമായി താരതമ്യം ചെയ്യുമ്പോൾ പോർച്ചുഗലിന്റെ മധ്യനിര താരങ്ങൾ ഈ സീസണിൽ അമിത ജോലി ഭാരത്തിന് ഇരയായിട്ടില്ല. ഫ്രഞ്ച് ലീഗിൽ വിറ്റിഞ്ഞയും ജാവോ നെവസും വളരെ കുറച്ച് മത്സരങ്ങളിൽ മാത്രമാണ് കളിച്ചത്. അതുപോലെ യുണൈറ്റഡ് എല്ലാ കപ്പ് ടൂർണമെൻറ്റുകളിൽ നിന്നും നേരത്തെ പുറത്തായതിനാൽ ബ്രൂണോ ഫെർണാണ്ടസിനും ഈ സീസണിൽ 40-ൽ താഴെ മത്സരങ്ങളിലേ പങ്കെടുക്കേണ്ടി വന്നിട്ടുള്ളൂ. ഈ ശാരീരിക ക്ഷമതയും വിശ്രമവും വരാനിരിക്കുന്ന ലോകകപ്പിൽ പോർച്ചുഗലിൻ്റെ സാധ്യതകളെ എങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നത്? സിദ്ധാർത്ഥ് പി ആണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, റിസർച്ച് സ്കോളറാണ്. അത് നല്ലൊരു ചോദ്യം. എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ പ്രത്യേകിച്ചും ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ടീംസിന് തന്നെയാണ് അധികം ചാൻസ് ഉണ്ടാവുക. ഈ 60 കളിയൊക്കെ കളിച്ച് വരുന്ന ഒരു കളിക്കാരനെ കൊണ്ട് 8 കളി ജയിക്കണമെങ്കിൽ 8 കളി കളിക്കണം. അത് ഒരു മാസത്തിനുള്ളിൽ, ഒരു മാസത്തിൽ 6 ആഴ്ചക്കുള്ളിൽ 8 കളി, അത് ഹൈ ഇൻറ്റൻസിറ്റി ചൂടിൽ, അത് പല ടീമിനെ അത് മോശമായിട്ട് തന്നെ ബാധിക്കും. ഈ 60 കളിയൊക്കെ കളിച്ചില്ല. അത് ഇംഗ്ലണ്ടിലാണ് അധികം ഏറ്റവും കളി കളിച്ചിട്ടുള്ള കളിക്കാരുണ്ടാവുക. പക്ഷെ പോർച്ചുഗലിൻ്റെ കാര്യത്തിൽ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ്. ഈ വിറ്റീനിയൻ, ജാവോ നെവസും അവരുടെ പ്രധാനപ്പെട്ട 2 കളിക്കാർ, ബ്രൂണോ, അതെ, ഈ 3 പേരുമാണ് ശരിക്കും ആ മിഡ്ഫീൽഡിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം അവർ ഫ്രഷ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ടീമിന് വലിയൊരു മുൻതൂക്കം തന്നെയാണ്. വേറെ പലരും ഇതേപോലെ പരിക്ക് കഴിഞ്ഞ് തിരിച്ചു വന്നവരുണ്ട്. ഇപ്പോൾ അധികം കളിക്കാതെ ഇപ്പം ജർമ്മനിയുടെ മുസിയാല അങ്ങനെയുള്ളവരൊക്കെ. അപ്പം അവർക്കും ചിലപ്പോൾ ഒരു മുൻതൂക്കം ഉണ്ടാവും. പക്ഷെ ടീം എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ നമുക്കിപ്പം ലാറ്റിൻ അമേരിക്കൻ ടീംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അവർ ഈ പറഞ്ഞ രീതിയിൽ അതിനകത്തുള്ള മെമ്പേഴ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ കുറേ അധികം പേര് കളിക്കാത്തവരുണ്ടല്ലോ ഇങ്ങനെ ഈ ക്ലബ്ബ് ചാമ്പ്യൻഷിപ്പുകളിലൊക്കെ. അപ്പം അതൊരു ടീമിനൊരു ഇത് കൊടുക്കൂലേ? തീരെ കളിക്കാത്തത് നല്ലതല്ല. എന്താ വെച്ചാൽ കളിക്കാർക്ക് ഒരു പ്രാക്ടീസോട് കൂടി വന്നിട്ടുണ്ടാവണം. ഒരു നല്ല ലീഗിൽ കളിച്ചിട്ടുള്ള പ്രാക്ടീസ്. ഇപ്പോൾ പലരും ഇപ്പോൾ ചോദ്യം ചെയ്യാൻ പോകണം. ഇപ്പോൾ ഏറ്റവും ഇവിടെ കേരളത്തിൽ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള 2 കളിക്കാരും മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. ഇവർ കളിക്കുന്ന ലീഗിന്റെ ഇന്റൻസിറ്റി യൂറോപ്യൻ ലീഗിന്റെ എത്രയോ താഴെയാണ്. അപ്പൊ അവർക്ക് ഈ പേസ് ആയിട്ട് ഒത്തുപോകാൻ പറ്റുമെന്ന് തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ റൊണാൾഡോ കളിക്കുന്നത് സൗദിയിൽ, മെസ്സി മേജർ ലീഗ് സോക്കറിൽ. ടീമുകളുടെ ഒരു ശൈലിനെ കുറിച്ചിട്ടാണ്, ഈ ലോകകപ്പിലെ ടീമുകളുടെ ഒരു സ്റ്റൈലിനെ കുറിച്ചിട്ട്. ടിക്കിടാക്ക, കാറ്റനാച്ചിയോ, ജർമ്മൻ പ്രസ്സിംഗ് പോലെ മുമ്പത്തെ ടൂർണമെൻറ്റുകളിൽ ആധിപത്യം പുലർത്തിയതിന് സമാനമായ ശൈലിയോ അഗ്രഗണ്യരായ കോച്ചുകളോ അത് നടപ്പാക്കാൻ പറ്റിയ ടീമോ ഈ ലോകകപ്പിലുണ്ടോ? അതോ ഫോർമേഷനുകളുടെ അതിർവരമ്പുകൾ തന്നെ ഇക്കാലത്തെ കളിയിൽ ഇല്ലാതാവുകയാണോ? കളിക്കാർ ഒന്നിലധികം പൊസിഷനുകൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നതിനെ ദിലീപ് എങ്ങനെ കാണുന്നു? ചോദിച്ചിരിക്കുന്നത് അബ്ദുൾ സമദ് KT. ഒന്നിലധികം പൊസിഷനിൽ കളിക്കാൻ പറ്റുന്ന കളിക്കാരെ എപ്പോഴും ഒരു ടീമിന് വലിയൊരു ബോണസാണ്. പണ്ടത്തെ ജർമ്മൻ ടീംസ് നോക്കിക്കഴിഞ്ഞാൽ ലോത്തർ മറ്റേഴ്സിന് സെൻട്രൽ ഡിഫൻഡറായിട്ടും കളിക്കാൻ പറ്റുമായിരുന്നു, ഡിഫെൻസീവ് മിഡ്ഫീൽഡറായിട്ട് കളിക്കാൻ പറ്റും, അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് കളിക്കാൻ പറ്റും. അപ്പോൾ വളരെ വേഴ്സ്റ്റൈൽ ആയിട്ടുള്ള കളിക്കാർ. റൂഡ് ഹുള്ളിറ്റ് അങ്ങനെ എല്ലാ പൊസിഷനും കളിക്കാൻ പറ്റുന്ന ഒരു കളിക്കാരനായിരുന്നു. സ്റ്റീവൻ ജെറാർഡ് ലിവർപൂളിനും ഇംഗ്ലണ്ടിനും ഏകദേശം എല്ലാ പൊസിഷനും കളിച്ചിരുന്നു. അപ്പോൾ അതൊരു ടീമിന് എപ്പോഴും നല്ല കാര്യം തന്നെ. പിന്നെ ഈ ഫിലോസഫിയുടെ കാര്യം പറയുമ്പോൾ ഇപ്പം മിക്ക ടീമും, ഇപ്പോൾ ക്ലബിലായാലും അന്താരാഷ്ട്ര ഫുട്ബോളിലായാലും അവർ കുറേ കൂടി ഹൈബ്രിഡ് ആയിട്ട്, ഇപ്പോൾ പെപ് ഗാർഡിയോള വരെ ടിക്കിറ്റാക്ക് എന്നോ പുറകിലാക്കിയിട്ട് വേറെ തന്നെ ഒരു ശൈലിയായിരുന്നു അവസാനത്തെ സീസണൊക്കെ സിറ്റിയുടെ കൂടെ കളിച്ചത്. ഇപ്പൊ പല ടീമുകളും എല്ലാ സിസ്റ്റത്തിൻ്റെ ഒരു ബെസ്റ്റ് ഇത് അവർക്ക് ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ്. ഇപ്പോൾ സ്പെയിൻ തന്നെ ആ പൊസിഷൻ്റെ കൂടെ അവർ ഡയറക്റ്റ് ആയിട്ടും പോകുന്നുണ്ട്. മിക്ക ടീംസും ഇപ്പം അത് രണ്ടും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മികച്ച ടീംസൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് കൗണ്ടർ ചെയ്യാനും പറ്റും, അതേസമയം അവർ 60% ബോളൊക്കെ കീപ്പ് ചെയ്ത് അങ്ങനെ കളി കൺട്രോൾ ചെയ്യുക. അപ്പം അങ്ങനെ ഒരു ശൈലിയായിട്ട് നമ്മളിപ്പോൾ 2010-ത്തെ സ്പെയിൻ അത് വളരെ ഒരു ഫിക്സ്ഡ് ഒരു സിസ്റ്റമായിരുന്നു. അതുകൊണ്ട് അവർ കുറച്ച് പ്രഡിക്റ്റബിളായി. എൻ്റെ അഭിപ്രായത്തിൽ 2008 യൂറോ ജയിച്ച സ്പെയിൻ
എത്രയോ മികച്ച ടീമായിരുന്നു. 10ൽ ലോകകപ്പ് ജയിച്ച സ്പെയിനിൻ്റെ എന്താ വെച്ചാൽ അവർ പ്രഡിക്റ്റബിൾ ആയിരുന്നില്ല. 2010 ആയപ്പോഴേക്കും ടീംസിന് അവരുടെ എതിരെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും, ലോ ആയി ഡിഫെൻഡ് ചെയ്ത് ആകെ 8 ഗോളൊറ്റ സ്പെയിൻ ആ വേൾഡ് കപ്പിൽ അടിച്ചില്ല. എന്ന് വെച്ചാൽ ആ ടീംസൊക്കെ ഡിഫെൻഡ് ചെയ്യാനായിട്ടാണ് വന്ന്. മറ്റേ സ്പെയിൻ ടീമിന് കൗണ്ടർ ചെയ്തിട്ടും ഗോൾ അടിക്കാൻ പറ്റുമായിരുന്നു. റഷ്യക്കെതിരെയൊക്കെ 4-1 ജയിച്ച ടീം. അപ്പം ആ ഒരു വ്യത്യാസം തീർച്ചയായിട്ടും കാണും. ഇപ്പോൾ ഫ്രാൻസ് ആയാലും സ്പെയിൻ ആയാലും അർജന്റീനയും ബ്രസീലും അടക്കം അവർ ബോൾ കീപ്പ് ചെയ്യുകയും ചെയ്യും, പക്ഷെ അവർക്ക് കൗണ്ടർ ചെയ്യാൻ, പ്രത്യേകിച്ച് ബ്രസീലിനൊക്കെ ഇപ്പോൾ വിനീഷ്യസിൻ്റെ സ്പീഡ്, അങ്ങനത്തെ മത്താസ് കുഞ്ഞ്, അങ്ങനത്തെ കുറേ കളിക്കാരുണ്ട് കൗണ്ടറിൽ മികച്ച കളിക്കാർ. അപ്പം അത് രണ്ടും കാണും. പലതരം ശൈലികൾ ഒരു ടീമിൽ തന്നെ കാണാൻ പറ്റും. ഇതിൽ പിന്നെ നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്, എന്നാലും ഞാൻ ചോദിക്കുക. കാരണം ഈ ഒരു ഗാർഡിയോള എഫക്റ്റ് നാഷൻസിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ചില റിവ്യൂസൊക്കെ ഗാർഡിയനൊക്കെ കൊടുത്തതുണ്ട്. കാരണം ചിലത് വേൾഡ് ഫുട്ബോളിനെ മുഴുവൻ ബാധിക്കുന്ന രീതിയിൽ, അത് ദിലീപിനെ പറ്റി പറയുകയും ചെയ്തിരുന്നു നേരത്തെയുള്ള നമ്മുടെ കുറേ സംഭാഷണങ്ങളിൽ. ആ രീതിയിൽ ഒരു പ്രത്യേക സ്ട്രീമിലേക്ക് ഈ കോച്ചിങ്ങും നമ്മളെ ഒരു ഒരു സ്ട്രാറ്റജിയും പോകുന്നുണ്ടോ? ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ പല കോച്ചസും, ഇപ്പൊ ഗ്വാർഡിയോളയുടെ ഏറ്റവും നല്ല കഴിവുകൾ, ബിയൽസയുടെ ഏറ്റവും നല്ലത്, ക്ലോപ്പിന്റെ ഏറ്റവും, അവർ പറ്റണ അത്രയും എല്ലാ ശൈലികളിൽ നിന്നും എടുക്കാൻ നോക്കുക. പ്രത്യേകിച്ച് ആഫ്രിക്കൻ ടീംസൊക്കെ ഇപ്പൊ അവരുടെ എന്താണ് അവരുടെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ശൈലി ഉണ്ട്, കുറച്ച് വളരെ അറ്റാക്കിങ്, ഡയറക്റ്റ് ആയിട്ട് ഫിസിക്കൽ ആയിട്ടുള്ളത്. പക്ഷെ അതിന്റെ കൂടെ ഒരു ടാക്ടിക്കൽ ഫ്രെയിം വർക്കും ഉണ്ട്. ഇപ്പൊ ചിലപ്പോൾ 4-3-3 ആയിരിക്കും, ചിലപ്പോൾ ഒരു 4-2-3-1 ആയിരിക്കും. അത് ഓരോ ടീം ആരെ കളിക്കണമെന്നനുസരിച്ചിട്ടും അത് മാറും. ഇപ്പൊ ഇംഗ്ലണ്ടൊക്കെ മിക്കവാറും 4-3-3 ആയിരിക്കും സെറ്റപ്പ് ചെയ്യുക. പക്ഷെ ഇപ്പൊ ഒരു ശക്തമായ ഒരു ടീമിനെതിരെ കളിക്കുമ്പോൾ ചിലപ്പോൾ അത് മാറിയെന്ന് വരും. ചിലപ്പോൾ 2 സിറ്റിംഗ് മിഡ്ഫീൽഡേഴ്സ് വെച്ച് 4-2-3-1 കളിച്ചു എന്ന് വരും. അപ്പൊ ഇപ്പൊ മിക്ക കോച്ചസും വളരെ ഫ്ലെക്സിബിൾ ആണ് ടാക്ടിക്സിന്റെ കാര്യത്തിൽ. മൂന്നാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അഖിലേഷ് ആണ്. ഇഫ് യു റിമൂവ്ഡ് ടീം നെയിംസ് ആൻഡ് ലുക്ക്ഡ് ഓൺലി അറ്റ് സ്ക്വാഡ് ഏജ്, മിനിറ്റ്സ് പ്ലേഡ്, ഇഞ്ചുറി ഹിസ്റ്ററി, ടാക്ടിക്കൽ കണ്ടിന്യൂറ്റി ആൻഡ് ക്വാളിഫയിങ് പെർഫോമൻസ്, വാട്ട് വുഡ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊഫൈൽ ഓഫ് ദ ഇവഞ്ച്വൽ 2026 വേൾഡ് കപ്പ് ചാമ്പ്യൻ ലുക്ക് ലൈക്ക്? നല്ലൊരു ചോദ്യം. എൻ്റെ അഭിപ്രായത്തിൽ 2 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്. ഒന്ന് ഏജാണ്. തീർച്ചയായിട്ടും വളരെ പ്രായമുള്ള കളിക്കാരുള്ള ഒരു സ്ക്വാഡ് ഇത് ജയിക്കാൻ വിഷമമായിരിക്കും. ഈ ചൂട് കാരണം, പ്രത്യേകിച്ചും ചൂടും ആ ഷെഡ്യൂളും 8 കളി ജയിക്കണം. പിന്നെ ഈ വർക്ക് ലോഡ്, ഏറ്റവും അധികം കളികൾ കളിച്ചിട്ടില്ല. ഇപ്പം പലരും ഖത്തറിലത്തെ ലോകകപ്പിൽ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് സീസണിന്റെ നടുക്കായിരുന്നു. അപ്പൊ എല്ലാ കളിക്കാരും ഫ്രഷ് ആയിട്ടാണ് വന്നത്. ഇത്തവണ അങ്ങനെയല്ല. പല യൂറോപ്പിൽ ബേസ് ചെയ്തിട്ടുള്ള മികച്ച സൗത്ത് അമേരിക്കൻ കളിക്കാരും യൂറോപ്പിലാണ്, മികച്ച ആഫ്രിക്കൻ കളിക്കാർ യൂറോപ്പിലാണ്. ഏഷ്യയിലത്തെ കുറെ ടോപ്പ് പ്ലേയേഴ്സ്, ഇപ്പൊ കൊറിയൻ, ജപ്പാൻ എന്നൊക്കെ കുറെ പേര് അവരും യൂറോപ്പിലാണ്. അപ്പൊ ഇതിൽ പലരും 40-60 കളികളൊക്കെ കളിച്ചിട്ടാണ് വരുന്നത്. കുറെ പേര് പരിക്ക് കഴിഞ്ഞ് തിരിച്ചു വരുന്നവരുണ്ട്. അപ്പൊ എന്ത് കണ്ടീഷനിലായിരിക്കും അതും കൂടി നോക്കും. അപ്പൊ ഏറ്റവും കുറവ് പരിക്കുകളുള്ള ടീം, ചെറുപ്പമായിട്ടുള്ളൊരു ടീം, പിന്നെ ഏറ്റവും നല്ല ബെഞ്ചുള്ള ടീം, അവരായിരിക്കും ജയിക്കുക. എന്താ വെച്ചാൽ ഈ ബെഞ്ചിൽ നിന്നാണ് എല്ലാ കളികളും മാറാൻ പോകുന്നത്. ഇത്തവണ 70 മിനിറ്റ് കഴിയുമ്പോൾ കളിക്കാരെ ഉറപ്പായിട്ടും തളരും ഈ ചൂടിൽ. അപ്പൊ ആർക്കാണ് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ? ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ സ്പെയിൻ യമാലിനെയും നിക്കോ വില്യംസിനെയും മാറ്റിക്കഴിഞ്ഞാൽ അതേ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കളിക്കാർ അവർക്ക് ഉണ്ടോ? സംശയമാണ്. നേരെ തിരിച്ച് ഇപ്പൊ ഫ്രാൻസ് എടുത്തു കഴിഞ്ഞപ്പോൾ ഒളീസയും എംബാപ്പയും മാറ്റിക്കഴിഞ്ഞാൽ വരാണ്ടത് ചിലപ്പോ ഡുവേയും ബാർക്കോളയും അങ്ങനത്തെ കളിക്കാരൊക്കെയാണ്. അപ്പൊ അങ്ങനത്തെ സ്ക്വാഡ്സിന് തീർച്ചയായിട്ടും ഒരു മുൻതൂക്കം ഉണ്ടാവും. പോർച്ചുഗലിനും അതേപോലെ. പോർച്ചുഗലിന് 4 റൈറ്റ് ബാക്ക് ഒറ്റയാണുള്ളത്. അപ്പൊ ആ കളിയുടെ എത്ര മിനിറ്റ് കളിക്കണോ ആ റൈറ്റ് ബാക്ക് ഫുൾ ഇന്റൻസിറ്റിയോട് കൂടി കളിക്കാം. എന്താ വെച്ചാൽ അവർക്ക് അറിയാം 60 മിനിറ്റ് കഴിഞ്ഞ് അവനെ മാറ്റി വേറൊരാൾ വരാനുണ്ട്. അങ്ങനെ വരുമ്പം പിന്നെ ദിലീപ് പ്രവചിക്കുന്ന ഒരു അവസാനത്തെ 8ലേക്ക് അല്ലെങ്കിൽ അവസാനത്തെ 4ലേക്കൊക്കെ ഇതിനകത്ത് ഈ പറഞ്ഞ ഒരു ഇത് വെച്ചിട്ട് പോസിബിലിറ്റി ഉള്ളതായിരിക്കാം. ഫ്രാൻസ്, സ്പെയിൻ,
ഇംഗ്ലണ്ട്, പോർച്ചുഗൽ, ബ്രസീൽ, അർജന്റീന, പിന്നെ നെതർലൻഡ്സ് ചിലപ്പോൾ ഉണ്ടാവും. മറ്റേ ടീം എൻ്റെ ബ്രാക്കറ്റിൽ ആരാന്ന്, സ്പെയിൻ, ഓസ്ട്രിയ അല്ല, മെക്സിക്കോ ചിലപ്പോൾ ഹോസ്റ്റ്. ഇതും കൂടി മെക്സിക്കോനെ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അവരുടെ കണ്ടീഷൻസിൽ. പിന്നെ അവർക്കും മികച്ച കുറച്ച് ചെറുപ്പക്കാർ കളിക്കാരുണ്ട്. പക്ഷെ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്യൻ ടീംസും പിന്നെ ബ്രസീലും അർജന്റീനയും ഇത് ബെഞ്ചിന്റെ കഴിവ് കാരണം മാത്രം.